MLA കോൺഗ്രസിന് തള്ളിവിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്കായിരുന്നു. ലൈംഗിക ആരോപണങ്ങളും സമാനമായ സംഭവ വികാസങ്ങളും കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു രാഹുലിനെതിരായ ആരോപണങ്ങൾ. കുറേയധികം തെളിവുകളും അതിന്റെ ആധികാരികത വർദ്ധിപ്പിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഏറെക്കുറെ CPM-ഉം BJP-യും വലിയ തോതിൽ ഇപ്പോഴത്തെ വിവാദങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. 38 ദിവസങ്ങളായിരുന്നു പാലക്കാട് MLA രാഹുൽ മണ്ഡലത്തിൽ നിന്നും മാറി നിന്നത്. UDF-ലെ ഒരാൾക്ക് പോലും ന്യായീകരിക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് പോലും കാര്യങ്ങൾ വഴിമാറിയിരുന്നു. പാലക്കാട് മണ്ഡലത്തിനപ്പുറത്തേക്ക് കേരളമാകെ കോൺഗ്രസിന് തിരിച്ചടിയായും വിവാദം മാറിയിരുന്നു. എന്നാൽ CPM-ന്റെ ഒരു എടുത്തുചാട്ടം രാഹുലിന് തന്നെ സഹായമാകുന്ന നിലയിലേക്ക് മാറുന്നു. ഷാഫി പറമ്പിൽ MP-ക്കെതിരായ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പരാമർശങ്ങളാണ് ഒരുപോലെ കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കും ഗുണമായി മാറുന്നത്. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കുമെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നുമായിരുന്നു സുരേഷ് ബാബുവിന്റെ ആരോപണം. ഷാഫി മാത്രമല്ല, കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ്. സഹികെട്ടാണ് VD സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത്. കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശന് രാഹുലിനെതിരെ നടപടി എടുക്കേണ്ടി വന്നു. സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു പറഞ്ഞിരുന്നു. ഷാഫിക്കെതിരെ തെളിവുകൾ പുറത്തുവിടുന്ന വെല്ലുവിളിയും അദ്ദേഹം ഉയർത്തിയിരുന്നു. എന്നാൽ തനിക്കെതിരെ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നടത്തിയത് ആരോപണമല്ല, അധിക്ഷേപമാണെന്നായിരുന്നു ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. അധിക്ഷേപവും വ്യക്തിഹത്യയുമാണോ 2026 ഇടതുപക്ഷത്തിന്റെ പ്രചാരണ ആയുധമെന്നും അദ്ദേഹം ചോദിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണോ അടുത്ത തിരഞ്ഞെടുപ്പുകൾ നേരിടുന്നത് എന്ന് CPIM വ്യക്തമാക്കണം. സുരേഷ് ബാബുവിന് മറുപടി നൽകേണ്ടത് താനല്ല, CPIM നേതൃത്വമാണ്. നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും. അതേ ഭാഷയിൽ താൻ മറുപടി പറയുന്നില്ല. ഇതാണോ CPIM-ന്റെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ? സുരേഷ് ബാബു മറുപടി പോലും അർഹിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. ആരോപണത്തിൽ CPM-നെതിരെ പാലക്കാട് കേന്ദ്രീകരിച്ച വ്യാപക പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം. അടിസ്ഥാനരഹിതമായ ആരോപണം CPM പരസ്യമായി തിരുത്തണമെന്നാണ് ആവശ്യം. യൂത്ത് കോൺഗ്രസും CPM-നെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും. ആരോപണത്തിൽ EN സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം അപമാനിക്കുകയാണെന്ന ബോധ്യത്തോടെയാണ് ഷാഫിക്കെതിരായ EN സുരേഷ് ബാബുവിന്റെ ആരോപണമെന്ന് പരാതിയിൽ പറയുന്നു. അതേസമയം അധിക്ഷേപം ഉന്നയിച്ച CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നായിരുന്നു സതീശന്റെ പ്രതികരണം. യാഥാർത്ഥ്യവശാൽ പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മികച്ച ഭൂരിപക്ഷം നൽകുന്നതിന് കാതലായത് ഈ ജില്ലാ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. ഈ ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിൽ തന്നെ തമ്മിൽ തല്ലും കുതുകാൽ വെട്ടലും ഒക്കെയായി പാർട്ടി പല വഴിക്കാണ്. സ്വന്തം നാട്ടിൽ വൃത്തിയായി പാർട്ടിയെ കൊണ്ടു നടക്കാൻ അറിയാത്ത ആളാണ് പാലക്കാട് ജില്ലയിലെ പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഷാഫിക്കെതിരായ ജില്ലാ സെക്രട്ടറിയുടെ അധിക്ഷേപത്തിൽ സമര രംഗത്തേക്ക് കോൺഗ്രസ് കൂടുതൽ സജീവമാകുമ്പോൾ പ്രതിസന്ധിയിലാകുന്നതും പ്രതിരോധത്തിന്റെ രീതിയിലേക്ക് പോകേണ്ടി വരുന്നതും CPM-ന് തന്നെയായിരിക്കും.